സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മീംസ് എന്ന പരമ്പരയിലെ വീഡിയോ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ വീഡിയോ പരമ്പരയ്ക്ക് ഒരു ഓർഡർ ഒന്നുമില്ല, നമുക്ക് റാൻഡം ആക്സസ് ആണെന്ന് പറയാം. നമുക്ക് ഏത് ഓർഡറിലും ഇത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രതിപാദന വിഷയം വൈ മെഷീൻ ലേണിംഗ് ഈസ് നോട്ട് എ ഗുഡ് കരിയർ ഓപ്ഷൻ ഫോർ പ്രോഗ്രാമേഴ്സ്. നമ്മൾ എവിടെ പോയാലും ML അഥവാ മെഷീൻ ലേണിംഗ്, ചിലർ അതിനെ AI എന്ന് വിളിക്കും, ചിലർ അതിനെ അനലറ്റിക്സ് എന്ന് പോലും വിളിച്ചിരുന്നത്. അനലറ്റിക്സ് ഒരു പഴയ പദമായതുകൊണ്ട് AIML എന്നാണ് പൊതുവെ വ്യാവഹാരിക ഭാഷയിൽ കേരളത്തില് അങ്ങോളം ഇങ്ങോളം, അതായത് ഭാരതത്തിലെങ്ങും ML അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾ പഴഞ്ചനാണ്, അല്ലെങ്കിൽ ML is the way to go. ഭാവിയിൽ എല്ലാ സിസ്റ്റവും ML ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഒരു പരിധി വരെ ശരിയായിരിക്കും. പക്ഷെ അത് നമ്മളാണോ അത് ചെയ്യേണ്ടത്? പ്രോഗ്രാമേഴ്സിന് അത് ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇതിനൊരു ചെറിയൊരു മാറ്റം വരുന്നത്, ഹൗ ടു മേക്ക് എ ജോക്കർ കോട്ട് ആൻഡ് കോട്ട്. അതായത് ജോക്കറെ ഉണ്ടാക്കുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. അതായത് ഇതെന്റെ ഒരു ആരോപണമാണ്, മെഷീൻ ലേണിംഗ് ഒരു കോൺസ്പിറസി ആണെന്ന് പോലും ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരു ഇത് ചെയ്യാം. അതായത് ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, എവറി പ്രോഗ്രാമർ, അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഞാൻ കൊച്ചി, തിരുവനന്തപുരം അവിടെയുള്ള പ്രോഗ്രാമേഴ്സിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംവാദം നടത്തിയിട്ടുള്ളത്. ഇപ്പൊ ബാംഗ്ലൂറും പൂനെയിലെ പ്രോഗ്രാമേഴ്സ് ആണെങ്കിലും ഈവൻ വേൾഡ് വൈഡ് എല്ലാവരും പറയുന്നു, ഓക്കെ നൗ ML is the way to go, I am learning Python. അപ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു കരിയർ ഓപ്ഷൻ ആണോ? അല്ല എന്നാണ് ഞാൻ വാദിക്കുന്നത്. അല്ല എന്ന് ഞാനൊരു ആബ്സല്യൂട്ട് ലെവലിലല്ല വാദിക്കുന്നത്. there are much more important things a programmer can do to make a living. അതായത് നിങ്ങൾക്ക് നല്ല UI സ്കിൽസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ Node.js, അതേമാതിരി സ്പ്രിംഗ് ബൂട്ട്, ഇതേമാതിരിയുള്ള ബാക്ക് എൻഡ് ടെക്നോളജികളിൽ നിങ്ങൾക്ക് പ്രാവീണ്യം ഉണ്ടെങ്കിൽ അത് ഒരു നല്ലൊരു സ്കില്ലാണ്, വിച്ച് ഈസ് ഇൻ ഡിമാൻഡ്. ക്ലൗഡ് ഒക്കെ ഒരു നീഷാണെന്ന് ആൾക്കാർ പറയുമെങ്കിലും ക്ലൗഡ് ഒരു മസ്റ്റ് ആണ് വിത്ത് എവരി പ്രൊഫഷൻ. അതിൽ അങ്ങനെ അത്രയും ഹൈപ്പ് ചെയ്യാനൊന്നുമില്ല. പിന്നെ ഞാൻ കേൾക്കുന്നു ഡോക്കർ, കുബർനെറ്റസ്, അതൊരു സ്കില്ലാണ്, അതൊരു സ്പെഷ്യലൈസ് സ്കില്ലാണ്. പക്ഷെ പ്രോഗ്രാമേഴ്സ് പോയി അത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ട്രേഡ് ആണ് അത് ശരിക്കും പറഞ്ഞത്, അതൊരു സ്കില്ലല്ല. ഇപ്പോ നമ്മുടെ ഡോക്കറിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അതിലൊരു നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ആംഗിൾ ഉണ്ട്, ഒരു സിസ്റ്റം എഞ്ചിനീയറിംഗ് ആംഗിൾ ഉണ്ട്, ഒരു കോൺഫിഗറേഷൻ ആംഗിൾ ഉണ്ട്, പിന്നെ അതിനെ കാലിബ്രേഷൻ ആംഗിൾ ഉണ്ട്. കോൺഫിഗറേഷൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ YAML അത് ഉണ്ടാക്കണം. പിന്നെ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്പേഴ്സിന് എത്ര നോഡ് വേണം എന്നൊക്കെ നോക്കണം, അത് വെച്ച് ചെയ്യണം. പിന്നെ അതിനൊരു മോണിറ്ററിംഗ് ആംഗിൾ ഉണ്ട്. 5 പ്രൊഫഷൻ കൂടിയതാണ് എന്താ പറയാ ഈ കുബർനെറ്റസ് അല്ലെങ്കിൽ മോഡേൺ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് ഡിപ്ലോയ്മെന്റ്. അപ്പോൾ ഇതിനൊക്കെ വെറുതെ ചാടി ചെല്ലുന്നതിനൊക്കെ മുമ്പ് ഇതിനെ അപഗ്രഥിച്ചു കഴിഞ്ഞാൽ വേർ ഷുഡ് ബി പ്ലേസ് ബെറ്റ്സ് എന്നാണ് ഈ വീഡിയോയുടെ വേറൊരു ഉദ്ദേശവും കൂടി. അതായത് മെഷീൻ ലേണിങ്ങിനെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. മെഷീൻ ലേണിങ് ഒരു ഫീൽഡ് തന്നെ ഇവോൾവ് ഒന്നും ചെയ്തിട്ടില്ല, അതിൻ്റെതായ പരിമിതി ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഡാസ്ലിംഗ് റിസൾട്ടിന്റെ പുറകില് പോകുന്നത് ശരിയല്ല. മെഷീൻ ലേണിംഗ് പ്രൊഫഷണലായിട്ട് എടുത്തില്ലെങ്കിലും മെഷീൻ ലേണിംഗ് API കൺസ്യൂം ചെയ്യാൻ, അതായത് ഇപ്പോ മൈക്രോസോഫ്റ്റിന്റെ കോഗ്നിറ്റീവ് സർവീസസോ അല്ലെങ്കിൽ ML ടൂൾ കിറ്റോ, ആപ്പിളിനും അതേമാതിരിയുള്ള ഓഫറിംഗ് ഉണ്ട്. അപ്പോ അപ്പാഷെ, MLlib, ഹഡൂപ്പിന്റെ കൂടെയുള്ള മഹോട്ട്, ഇങ്ങനത്തെ ലൈബ്രറികളും അതിന്റെ API വിളിക്കുന്നതോ ഒരു യു ക്യാൻ ബിക്കം എ ലിറ്ററേറ്റ് കൺസ്യൂമർ ഓഫ് മെഷീൻ ലേണിംഗ് APIs, ബട്ട് ഡു നോട്ട് ട്രൈ ടു ബിക്കം എ person who is going to implement machine learning algorithm or to create custom models. Okay, നമുക്ക് ഈ വിഷയത്തിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഈ ML ആരാണ് ഇത് നന്നായി ചെയ്യുന്നത്? ബിഗീസ് ഞാൻ ഇവിടെ വെച്ചത് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, യാഹൂ, അതേമാതിരി തന്നെ നെറ്റ്ഫ്ലിക്സ്, മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റയും ഇന്റർനെറ്റ് സെൻട്രിക് 24/7 കമ്പനീസ് ആണ് ML കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ളൊക്കെ കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, റിസർച്ച് പ്രൊഫസേഴ്സ് ഒക്കെ കുറെ ഗ്രാൻഡ് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട്, കുറെ റിസർച്ച് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രോബബിലിസ്റ്റിക് ഗ്രാഫിക് മോഡൽസ്, ഇത് മെഷീൻ ലേണിംഗിൽ ഇന്ന് ഉയർന്നു വരുന്ന ഒരു മേഖലയാണ്. നിങ്ങൾ ബാംഗ്ലൂരിൽ നടക്കുന്ന കോൺഫറൻസ് ആയിക്കോട്ടെ, വേൾഡ് വൈഡ് നടക്കുന്ന PGM കോൺഫറൻസസ് നോക്കുക, അല്ലെങ്കിൽ ഡാറ്റ സയൻസ് കോൺഫറൻസ് നോക്കുക, ഒരു ചുരുങ്ങിയ കയ്യിലെണ്ണാവുന്ന കുറെ പ്രൊഫസേഴ്സും അവരുടെ ശിഷ്യഗണങ്ങളുമാണ് ഈ ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ ഒരു പ്രോഗ്രാമേഴ്സ് എന്താ പറയാ, അവിടെ വലിയ സ്ഥാനമൊന്നും ഇല്ല.
അപ്പൊ ഇതേമാതിരി തന്നെയാണ് ന്യൂറൽ നെറ്റ്വർക്ക്, ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് എടുത്താലും, ഇനിയിപ്പോ ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് എടുത്താലും, സ്റ്റാറ്റിസ്റ്റിക്കൽ അൽഗോറിതംസ് എടുത്താലും. അപ്പോൾ വലിയ കമ്പനികൾ വിത്ത് ബജറ്റ്, മെഷീൻ ലേണിംഗിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ട് ആർമി ഓഫ് പീപ്പിൾ, $1 million ബജറ്റിൽ താഴെയുള്ള ഒരു മെഷീൻ ലേണിംഗ് പ്രോജക്റ്റ് അവിടെ ഒന്നും ഉണ്ടാവുന്നൊന്നുമില്ല. പിന്നെ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് മാതിരിയുള്ള കമ്പനികൾക്ക് 10-20ഓളം പ്രൊജക്ട്സ് സ്പോൺ ചെയ്യുക അല്ലെങ്കിൽ തുടങ്ങിയാൽ അവർക്ക് 1-2 നിന്ന് റിട്ടേൺ കിട്ടിയാൽ മതി. അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെന്റ് $billions ആയിരിക്കും. അപ്പൊ അവിടെ ഒരു എക്കണോമിക്സും കൂടി ഈ വലിയ കമ്പനികളെ ഫേവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദേ ക്യാൻ അഫോർഡ് ടു ഡു ഇറ്റ്. അതായത് ഇപ്പൊ മെഷീൻ ലേണിംഗ് എനിക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ അത് ചെയ്യേണ്ടത് ഒരു സ്കെയിലിലാണ്. ആ സ്കെയിലിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രശ്നം. വി ഓൾ ക്യാൻ ഡ്രൈവ് എ റോൾസ് റോയ്സ്, ബട്ട് അംബാനി സൺ ക്യാൻ, അനന്ത് അംബാനിക്ക് അത് ഓൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ നമുക്ക് ഓടിക്കാൻ അറിയാം, പക്ഷെ അതുകൊണ്ട് അനന്ത് അംബാനിയുടെ സണ്ണിനോ അല്ലെങ്കിൽ യൂസഫ് അലിയുടെ കൊച്ചുമകനോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടായേക്കാം, ഈവൻ ഇഫ് ഒക്കെ യു ആർ ഗുഡ് അറ്റ് ഇറ്റ്. അപ്പോ ഇഫ് യു ആർ നോട്ട് പാർട്ട് ഓഫ് എ റിസർച്ച് യൂണിവേഴ്സിറ്റി, or if you are not part of a institute like Indian Institute of Science or Tata Institute of Fundamental Research, അല്ലെങ്കിൽ ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റിലെ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ അനലറ്റിക്സ് ഒക്കെ ചെയ്യുന്ന ടീമിലെ മെമ്പർ ആയില്ലെങ്കിൽ പ്രാക്ടിക്കലി മെഷീൻ ലേണിംഗ് ഒരു കരിയർ ഓപ്ഷൻ ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നമുക്ക് അതിലോട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം മെഷീൻ ലേണിംഗ് ഇതൊരു ഫാഡ് മാതിരിയാണ്, ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്, ഇവോൾവ് ഒന്നുമല്ല കാര്യങ്ങൾ. നിങ്ങളുടെ ജോലി തെറിക്കാനുള്ള ചാൻസുകൾ വരെ മെഷീൻ ലേണിംഗിലുണ്ട്. ഓക്കെ, മെഷീൻ ലേണിംഗിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മള് പറയും ഓക്കെ റാൻഡം ഫോറസ്റ്റ് ഉണ്ട്, നമുക്ക് എന്താ പറയാ ലീനിയർ റിഗ്രഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഉണ്ട്, പിന്നെ നമുക്ക് ക്ലസ്റ്ററിങ്, ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള അൽഗോരിതങ്ങളെ കുറിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ മോഡൽസുകളെ കുറിച്ച് പറയാറുണ്ടെങ്കിലും 4 തരം മോഡൽസ് ആണ് പൊതുവെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹിൽബർട്ട് സ്പേസ് മെത്തേഡ്. ഹിൽബർട്ട് സ്പേസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന പോയിന്റ്സിനെ ഒരു ഹൈപ്പർ സ്പേസിൽ പ്ലോട്ട് ചെയ്ത് കാര്യങ്ങളുടെയൊക്കെ ഡിസ്റ്റൻസ് വെച്ച്, അതായത് ഇപ്പൊ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ പ്രോക്സിമിറ്റി വെച്ചിട്ട് റീസൺ ചെയ്യുന്ന പ്രക്രിയനെയാണ് ഹിൽബർട്ട് സ്പേസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിപ്പോ നമുക്കിപ്പോ ഹിൽബർട്ട് സ്പേസ് മെത്തേഡിൽ ഇപ്പൊ എന്താ പറയാ കെ മീൻസ് ക്ലസ്റ്ററിങ് വേണമെങ്കിൽ അവിടെ വരും എന്ന് പറയാം, കാരണം അവിടെ ഡിസ്റ്റൻസ് മെഷർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. സപ്പോർട്ട് വെക്ടർ മെഷീൻ ഒരു ഹിൽബർട്ട് സ്പേസ് മെത്തേഡാണ്. ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ ലീനിയർ റിഗ്രഷനും മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനും ഹിൽബർട്ട് സ്പേസ് മെത്തേഡിന്റെ ഭാഗമാണ്. അപ്പോ ഹിൽബർട്ട് സ്പേസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ടേക്ക് യുവർ ഡാറ്റ പോയിന്റ്സ്, പ്ലോട്ട് ഇൻ എ ഹൈപ്പർ സ്പേസ്. അതായത് സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് ഉള്ളെങ്കിൽ അതിനെ ലൈൻ നമ്പർ എന്നും, 2 പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ പ്ലെയിൻ എന്നും, അതിനെ മൂന്ന് കോർഡിനേറ്റ്സ് ഉള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അതിനെ സ്പേസ് എന്നും, അതിന് മുകളിലുള്ള തന്നെ ഹൈപ്പർ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഹൈപ്പർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെന്ന് പറയാം. ഈ ഹിൽബർട്ട് സ്പേസിന് ഒരു സാങ്കേതിക ഡെഫിനേഷൻ ഒക്കെ ഉണ്ട്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പൊ 2 ഡയമെൻഷന്റെ കേസിലാണെങ്കിൽ നമ്മൾ 2 വ്യക്തികളെ തുലനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരിൽ നിന്നൊരു സ്കോർ ഉണ്ടാക്കിയിട്ട് ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യും. അതിപ്പോ വേണമെങ്കിൽ ഞാനൊരു എന്താ പറയാ പെയിന്റ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോ ഇതൊരു XY പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് എനിക്ക് ഒരു ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. ഞാൻ മറ്റേ എന്താ പറയാ സ്ക്രീനല്ല ഷെയർ ചെയ്തേക്കണേ, ഞാൻ ചെയ്തേക്കുന്നത് ഇതാണ്. അപ്പൊ എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ അത് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, മൾട്ടിവേരിയറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ പലതും ചെയ്യുന്നതിനാണ്. ഇപ്പൊ ബേസിയൻ തിയറി ശരിക്കും പ്രോബബിലിസ്റ്റിക് ഗ്രാഫിക് മോഡൽസിൽ പെടുത്താം. പ്രോബബിലിസ്റ്റിക് ഗ്രാഫിക്കൽ മോഡൽസ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗിന്റെ ഒരു ഭാഗമാണെന്ന് പോലും പറയാം. പക്ഷെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തേക്കണെന്ന് വെച്ചാല് ഇപ്പോൾ അതിനെ എവിഡൻസ് ബേസ്ഡ് മറ്റ് മെത്തേഡുകളിൽ നിന്ന് അതിന് കുറെ സവിശേഷതകൾ ഉണ്ടോന്നാണ് അതൊരു വേറൊരു മെത്തേഡ് ആക്കിയേക്കുന്നത്. ബേസിക്കലി സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസിഷൻ ട്രീ ഒരു പരിധി വരെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് അൽഗോരിതമാണ്. പിന്നെ നൈവ് ബേസ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് അൽഗോരിതമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്.
പിന്നെയുള്ളത് ഡീപ്പ് ലേണിംഗ്. ഡീപ്പ് ലേണിംഗ് എന്നാൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ആധുനിക പേരാണ്. ഒരു ഡീപ്പ് ലേണിംഗിന്റെ ഒരു ടെക്നിക്ക്, ഒരു കോമൺ മാൻസ് ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഡീപ്പ് ലേണിംഗ് ഈസ് എ ന്യൂറൽ നെറ്റ്വർക്ക് വിത്ത് മോർ ദാൻ വൺ ഹിഡൻ ലെയർ. അപ്പോൾ ലെയറുകളുടെ എണ്ണം കൂടുമ്പോൾ കമ്പ്യൂട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാവുകയും, അപ്പോൾ ഇപ്പൊ പ്രാക്ടിക്കലി മൈക്രോസോഫ്റ്റിന്റെ CNTK, ടെൻസർഫ്ലോ, തിയാനോ, ടോർച്ച്, അതേമാതിരി തന്നെ NDL4J, ഇതൊക്കെ ഡീപ്പ് ലേണിംഗ് ലൈബ്രറികളാണ്. അപ്പൊ ഡീപ്പ് ലേണിംഗ് പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതൊരു പല സ്ഥലത്തും ഉപയോഗിക്കുന്നതിൽ പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഹിൽബർട്ട് സ്പേസ് മെത്തേഡിന് ലീനിയാരിറ്റി കൺസ്ട്രെയിന്റ് ഉണ്ട്. പക്ഷേ ഡീപ്പ് ലേണിംഗിന് അത് മറികടക്കാൻ സാധിക്കും. പക്ഷെ അതിന് അതിൻ്റെതായ അപാകതകളുണ്ട്. പ്രോബബിലിസ്റ്റിക് ഗ്രാഫിക് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിയൻ സ്റ്റാറ്റിസ്റ്റിക്സിനെ ആധാരമാക്കി, ബയേസിയൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൽ തന്നെ പല ക്യാമ്പുകളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ നോക്കാം. ബയേസിയൻ സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് മോണ്ടി കാർലോ, മാർക്കോ ചെയിൻ, ഇങ്ങനെ കുറെ മാർക്കോ ചെയിൻ, മോണ്ടി കാർലോ, അങ്ങനെ പല അൽഗോരിതംസ് ഉണ്ട്. അതായത് അതൊരു എന്താ പറയാ, ഈ നൈവ് ബേസിനേക്കാളും, നൈവ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണെന്ന് അസ്യൂം ചെയ്യും. ഇവിടെ ഒരു ഗ്രാഫായിട്ട് അല്ലെങ്കിൽ ഒരു ട്രീ ആയിട്ടാണ് അതിനെ മോഡൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ പ്രൊബബിലിസ്റ്റിക് ഗ്രാഫിക്കൽ മോഡൽസ് എന്ന് പറയുന്നത്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നതായിരിക്കും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 തരം മെത്തേഡുകൾ. ഹിൽബർട്ട് സ്പേസ്, you take a arbitrary point and plot it in a hyperspace and find the distance between 2 points. Distance എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കാണാം, അല്ലെങ്കിൽ കൊസൈൻ സിമിലാരിറ്റി ഡിസ്റ്റൻസ് കാണാം. അതായത് രണ്ട് ഈ പോയിന്റിനെ നമ്മൾ ഒറിജിനിൽ നിന്ന് ട്രേസ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള ആംഗിളിന്റെ വ്യത്യാസം ഡിസ്റ്റൻസ് വരും. അതാണ് കൊസൈൻ സിമിലാരിറ്റി ഡിസ്റ്റൻസ്. ഇനി നമ്മുടെ ആ പോയിന്റുകളുടെ അറ്റം തമ്മിലുള്ള ലീനിയർ ഡിഫറൻസിനെയാണ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മൻഹാട്ടൻ ഡിസ്റ്റൻസ്, അങ്ങനെ പല രീതിയിലുള്ള ഡിസ്റ്റൻസ് മെട്രിക്സ് ഉണ്ട്. പല ക്ലസ്റ്ററിംഗ് അൽഗോരിതം, സപ്പോർട്ട് വെക്ടർ മെഷീൻ ഒക്കെ ഹിൽബർട്ട് സ്പേസ് കാറ്റഗറിയിൽ വരും. സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഡിസിഷൻ ട്രീ, നൈവ് ബേസ് അങ്ങനെയൊക്കെ വരും. ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞ സാധനം അത് ഒരു ആൾട്ടുഗദർ ഡിഫറെന്റ് മെത്തേഡാണ്. ഇപ്പോൾ തൽക്കാലം ന്യൂറൽ നെറ്റ്വർക്ക് വിത്ത് മോർ ദാൻ വൺ ലെയർ, അതിന് കുറെ ലൈബ്രറികളൊക്കെ ഉണ്ട്. ഇപ്പൊ ആ ലൈബ്രറികൾ ആരും പ്രോഗ്രാം ചെയ്യാറില്ല. പ്രീ ട്രെയിൻഡ് നെറ്റ്വർക്ക് ഉപയോഗിച്ച്, അതായത് ഈ ലേനെറ്റ്, അലക്സ്നെറ്റ്, അതേമാതിരി തന്നെ പല പ്രീ ട്രെയിൻഡ് നെറ്റുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഗൂഗിളിൽ നിന്നും പല യൂണിവേഴ്സിറ്റികളും അത് തരുന്നുണ്ട്. അതിന്റെ മുകളിൽ ഡെൽറ്റ ട്രെയിനിങ്, നമുക്ക് ആവശ്യമുള്ള മോഡലുകൾ ഡാറ്റ ഉപയോഗിച്ച് ആ നെറ്റ്വർക്കിനെ ട്വീക്ക് ചെയ്യുന്നതിനാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. പ്രോബബിലിസ്റ്റിക് ഗ്രാഫിക് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈവ് ബേസ് ആയിട്ട് സാമ്യമുണ്ട്. പക്ഷേ അതൊരു നെറ്റ്വർക്കാണ്, അല്ലെങ്കിൽ അതൊരു ട്രീ അല്ലെങ്കിൽ ഒരു ഗ്രാഫാണ്. അതായത് ഒരു നോഡിൽ നിന്ന് ഒരു നൈവ് ബേസ് ആർക്കിടെക്ചറിൽ നിന്ന് വേറൊരു നൈവ് ബേസ് ആർക്കിടെക്ചറിലോട്ട് ഒരു എന്താ പറയാ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്താ പറയാ പ്രോബബിലിസ്റ്റിക് ഗ്രാഫിക്സ് മോഡൽസ് എന്ന് പറയുന്നത്. ഇതാണ് 4 തരം മോഡലുകൾ. അപ്പൊ നമുക്ക് ഇതിനൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. ആദ്യം തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അൽഗോറിതമിക് ഇൻട്രാക്റ്റബിലിറ്റി എന്നുള്ള ഒരു ഐഡിയ ആണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി എല്ലാ അൽഗോറിതമൊന്നും നമുക്ക് കമ്പ്യൂട്ടേഷണലി സോൾവ് ചെയ്യാൻ ഫീസിബിൾ അല്ല. ഒരു ഉദാഹരണം പറയാം. ക്വിക്ക് ബ്രൗൺ ഫോക്സ് ജംപ്ഡ് ഓവർ ദ ലേസി ഡോഗ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നിരിക്കട്ടെ. ആ സ്റ്റേറ്റ്മെന്റിന്റെ എല്ലാ പെർമുട്ടേഷൻ കാണാൻ ഈവൻ ദ ഫാസ്റ്റസ്റ്റ് മെഷീൻ ഇൻ ദ വേൾഡ് വിൽ ടേക്ക് മോർ ദാൻ മില്യൺ ഇയേഴ്സ്. അപ്പൊ പ്രാക്ടിക്കലി നമുക്ക് ട്യൂറിംഗ് മെഷീൻ, ലാംഡ കാൽക്കുലസ്, പ്രെഡിക്കേറ്റ് ലോജിക് എന്നുള്ളതാണ് മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ആധാരം. അതിൽ എൻകോഡ് ചെയ്യുന്ന അൽഗോരിതങ്ങൾക്കൊക്കെ ഈ കോമ്പിനറ്റോറിയൽ എക്സ്പ്ലോഷൻ ഉള്ളത് കൊണ്ട് ലാർജ് പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നമുക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈവൻ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് തന്നെ ഈ അൽഗോറിതമിക് ഇൻട്രാക്റ്റബിലിറ്റി ബാധകമാണ്. അതായത് പ്രോബ്ലത്തിന് NP ഹാർഡ് NP കംപ്ലീറ്റ് എന്നുള്ള നോഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഒരു പ്രോബ്ലം നോൺ പോളിനോമിയൽ എന്നാണ് NP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പ്യൂട്ടർ സയൻസിലെ ഒരു റിസർച്ച് പ്രോബ്ലമാണ് P=NP. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അൽഗോറിതമിക് ഇൻട്രാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ മിക്ക അൽഗോറിതവും കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജില് നമുക്ക് ആൾജിബ്ര, അരിത്തമാറ്റിക്, പെർമുട്ടേഷൻ, കോമ്പിനേഷൻ, സെറ്റ്, റിലേഷൻ, ഫംഗ്ഷൻ ആ മോഡലിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ മതി. ഹിൽബർട്ട് സ്പേസ് മെത്തേഡിന് ഒരു രേഖീയ ലിമിറ്റ് ഉണ്ട്, ലീനിയാരിറ്റി, രേഖാധിഷ്ഠിതം എന്നൊക്കെ പറയും. അതായത് ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആണ് ഔട്ട്പുട്ട് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പലപ്പോഴും
രണ്ടും കൂടിയ 4 എന്ന് പറയുന്നതിന് വരി ഒരു സിനിമയുണ്ട്. 2 5 രജനീകാന്തും കമലഹാസനും മത്സരം വെച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് എന്നമ്മ കണ്ണേ സൗഖ്യമ, അത് മിസ്റ്റർ ഭാരത എന്നാണ്. അങ്ങനെ ഒരു സിനിമയുണ്ട് 2 5. മാധവി കമലഹാസന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോ ഒന്നും കൂടിയാൽ ചിലപ്പോൾ 11 വരും, അല്ലെങ്കിൽ 2 സമർത്ഥർ കൂടി കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി പകുതിയാവും. ഇതൊക്കെ നോൺ ലീനിയറിറ്റിയാണ്. അപ്പൊ വേൾഡിലെ മിക്ക ഫിനോമിനയും നോൺ ലീനിയർ ആണ്. ഹിൽബർട്ട് സ്പേസ് ലീനിയർ പ്രോബ്ലംസ് മാനിപ്പുലേറ്റ് ചെയ്യാനാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് പൊതുവെ ഇൻഡക്റ്റീവ് എറർ അഥവാ ആഗമന ദോഷമുണ്ട്. അതായത് പാസ്റ്റ് ഇസ് എ ഇൻഡിക്കേഷൻ ഓഫ് ഫ്യൂച്ചർ എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഒരു ചെറിയ മാറ്റം ഉണ്ടാകുകയാണെന്ന് വിചാരിക്കട്ടെ. ഇത് ഒരു ചെറിയ അസംഷനിൽ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് വേറെ ആയിരിക്കും. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ എയർലൈൻസിന്റെ റോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള പാസഞ്ചേഴ്സിന്റെ റോസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഫുഡ് ഹാബിറ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു മോഡലിനെ കുറിച്ച് ചർച്ചയിൽ പങ്കെടുക്കാനിട വന്നു. അപ്പോൾ അതായത് ഇപ്പോ നമ്മള് അയാളുടെ പാസ്റ്റ് ഏജ്, കാസ്റ്റ്, അയാൾ എവിടെ നിന്നുള്ള ആളാണ്, വെജിറ്റേറിയൻ ആണോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അങ്ങനെ അയാളുടെ ഡെമോഗ്രാഫിക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിലിരിക്കുന്ന ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ് എന്താണെന്നുള്ളത് എന്താ പറയാ കണ്ടുപിടിക്കണം. അപ്പോൾ പല അൽഗോരിതങ്ങൾ ആലോചിച്ച് ഒരു ടീം ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയെങ്കിലും അത് പ്രൊഡക്ഷനിലോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ആ അൽഗോരിതത്തിന്റെ ഒരു കുഴപ്പം എന്താണെന്നുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു പ്രോഗ്രാം മാനേജർ ഇങ്ങനെയാ പറഞ്ഞു. ഈ മോഡലിന്റെ കുഴപ്പം, അതായത് ഈ ഡെമോഗ്രാഫിക് ഡാറ്റ വെച്ചിട്ട് മറ്റേ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സ്ട്രാപോളേഷൻ നടത്തി, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് മോഡൽ, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ സ്റ്റാറ്റിസ്റ്റിക്സ് വിത്തൗട്ട് റിഗർ എന്നും കൂടി പറയാം. അതിന്റെ പുറകിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസംഷൻ ഉണ്ട്, അതൊക്കെ ഒരു ഇതാണ്. അപ്പൊ ഇൻഡക്റ്റീവ് എറേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിന്റെ മെയിൻ പ്രശ്നം. അപ്പൊ ആ പ്രോഗ്രാം മാനേജർ പറഞ്ഞ എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ മോഡലൊക്കെ ട്രെയിൻ ചെയ്തു. അപ്പോ മറ്റേ വടക്കേ ഇന്ത്യക്കാർ വളരെ യാത്ര ചെയ്യുന്നൊരു ലോ കോസ്റ്റ് എയർലൈൻ ആണത്. അപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല്, ബാബ രാംദേവ്, നിങ്ങൾക്കറിയാലോ യോഗ ഗുരു ബാബ രാംദേവ് പറയാണ്, ഈ കാലഘട്ടത്തിൽ കുറച്ച് ചൂടുള്ളത് കൊണ്ട് ചെറിയ മാംസമൊന്നും കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ യാത്ര ചെയ്യണ കുറെ ആൾക്കാർ, യോഗയുടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ മാംസം കഴിഞ്ഞോളും. അതോടെ എന്ത് പറ്റും, ഈ മോഡല് പൊട്ടും. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് എറർ അഥവാ ആഗമനം, ഒരു ജനറലൈസേഷൻ എറർ എല്ലാ മെഷീൻ ലേണിംഗ് മോഡൽസിനുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിന് അത് കൂടുതലാണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിന് തന്നെ ഒരു ജനറലൈസേഷൻ എററിന് പ്രോൺ ആണ്. പിന്നെ ഇപ്പൊ ഈ 3 കാര്യങ്ങൾ തന്നെ മതി. മെഷീൻ ലേണിംഗ് ഒരു പൂർണ്ണതയിൽ എത്തുന്ന ഒരു സയൻസ് ആവില്ല എന്നുള്ളത്. അത് ഇതിന്റെ ഗഹനമായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിലെ അടിയിൽ പോസ്റ്റ് ചെയ്യുക, ഞാൻ ഇതിന് സ്പെസിഫിക് വീഡിയോ പിടിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഹിൽബർട്ട് സ്പേസ് മെത്തേഡിന്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ 4 മെത്തേഡ് ഉള്ളെങ്കിലും ബേസിക്കലി 2 മെത്തേഡേ ഉള്ളൂ. ഒന്ന് ഹിൽബർട്ട് സ്പേസ്, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ. അപ്പൊ ഡീപ് ലേണിംഗ് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലീനിയർ റിഗ്രഷൻ വിത്ത് സം പ്രൊവിഷൻ ഫോർ നോൺ ലീനിയാരിറ്റി എന്ന് പറയാം. പ്രോബബിലിസ്റ്റിക് ഗ്രാഫിക് മോഡൽസ് ഡയസിയൻ പ്രോബബിലിറ്റി ആണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കലാണ്. അപ്പൊ ഒന്നിലോ നമ്മൾ കിട്ടുന്ന ഡാറ്റ ലൈനിലോ പ്ലെയിനിലോ സ്പേസിലോ ഹൈപ്പർ സ്പേസിലോ പ്ലോട്ട് ചെയ്തിട്ട് ഡാറ്റ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് സിമിലാരിറ്റി അല്ലെങ്കിൽ പ്രോക്സിമിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഹിൽബർട്ട് സ്പേസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണെന്നാണ്. അതായത് ഇവർ തമ്മിൽ ഒരു ഇന്റർ ഡിപ്പെൻഡൻസി ഇല്ല എന്നാണ്. കെട്ട് പിരിയലില്ല വേരിയബിൾസ് തമ്മിൽ. അതായത് ഇപ്പൊ ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ളൊരു മെഷർ ഇരിക്കട്ടെ, അതിന് ഹൈറ്റും വെയിറ്റും ആണ് ആധാരം എന്നിരിക്കട്ടെ. എക്സാക്ട്ലി ഞാൻ ഡോക്ടറൊന്നുമല്ല, ആരെടുത്ത് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പാവപ്പെട്ടിട്ടുണ്ടാവും. ഹൈറ്റും വെയിറ്റും ഇൻഡിപെൻഡന്റ്ലി, അതായത് 60% ഹൈറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, 40% വെയിറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളൊരു അസംഷൻ ഉണ്ട് മെഷീൻ ലേണിംഗ് മോഡൽസിന്. അതായത് ഓരോ വേരിയബിളും വെയിറ്റഡ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ലീനിയർ. അപ്പൊ നിങ്ങൾ വെക്ടറിലൊക്കെ ഡോട്ട് പ്രൊഡക്റ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ആ ഇൻഡിപെൻഡന്റ് അസംഷൻ ഉള്ളത് കൊണ്ട് ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ 25-നും 30-നും ഇടയ്ക്കുള്ളവർക്ക് ചിലപ്പോ
വേറെ ഒരു റേഷ്യോ ആയിരിക്കും. ചിലപ്പോൾ 40-നും 50-നും ഇടയ്ക്കുള്ളവർക്ക് വേറെ റേഷ്യോ ആയിരിക്കും. അപ്പോൾ അതെന്തായി? നോൺ ലീനിയർ ആയി. അപ്പൊ അത് ലീനിയർ ആണെന്ന് അസ്യൂം ചെയ്തിട്ടൊക്കെ നമ്മൾ പല മോഡൽസും ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും എറേഴ്സ് ഓഫ് ഒമിഷൻ ആൻഡ് കമ്മീഷൻ അവിടെ ഇവിടെയൊക്കെ പാകപ്പിഴകളും ഒക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നേക്കാം. പക്ഷെ അതൊരു ഹിൽബർട്ട് സ്പേസിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നോൺ ലീനിയാരിറ്റി അതുമാതിരിയുണ്ട്. വേരിയബിൾസ് ഡിപ്പെൻഡന്റ് ആണ്. അതായത് രണ്ട് സമർത്ഥർ കൂടി കഴിഞ്ഞാൽ ഇരട്ടി പ്രൊഡക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല. അവർ തമ്മിൽ പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് 75% ഉണ്ടാവും. അതായത് 2 × 75 1.5 ആവും. ഒരു 5 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ടീം കൊളാപ്സ് വരെ ആകാൻ പറ്റും. അതുകൊണ്ടാണ് ഡ്രീം ടീമുകളൊക്കെ പലപ്പോഴും പോകുന്നത്. ഇത് കോംപ്ലിമെന്ററി സ്കിൽസ് ഉള്ള ഗ്രൂപ്പാണ് നല്ലത്. അപ്പോ റിയൽ ലൈഫില് നോൺ ലീനിയാരിറ്റി ഒരു പ്രശ്നമാണ്. പിന്നെ എന്താ പറയാ, ഞാൻ ലാസ്റ്റ് പറഞ്ഞു സം ആനക്ഡോട്ട് എക്സ്പ്ലെയിനിങ് ദിസ് കോമ്പിനേഷൻ ഓഫ് പീപ്പിൾ ഗീവ് ഡിഫറെന്റ് റിസൾട്ട്സ്. അതായത് 3 പേരുണ്ടെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 പേഴ്സ് ഉണ്ടാക്കാം. ABC, AB ഒരു പെയർ ചെയ്യാം, BC ഒരു പെയർ ചെയ്യാം, AC ഒരു പെയർ ചെയ്യാം. അപ്പൊ ഈ 3 പേരിനും വേറെ ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. അപ്പൊ നോൺ ലീനിയാരിറ്റി അന്തർലീനമാണ് ഹ്യൂമൻ സിറ്റുവേഷനിൽ. അപ്പൊ ലീനിയാരിറ്റി നോൺ ലീനിയാരിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ചെയ്യേണ്ടതാണ് കണ്ട് ഇവിടെ ഒരു ബ്ലൂ പോയിന്റ്സ് ഉണ്ട്, റെഡ് പോയിന്റ്സ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ നമുക്കൊരു ലീനിയർ സെപ്പറബിൾ ലൈൻ വരയ്ക്കാം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ ഒരു വിടവുണ്ട്. എന്ന സ്ഥാനത്ത് എന്റെ വലത്തുവശത്തിരിക്കുന്നത് ഒരു കർവി ലൈനാണ് വരയ്ക്കുന്നത്. ഇങ്ങനത്തെ ഒരു ലൈൻ മെഷീൻ ലേണിംഗ് പറ്റും. പോളിനോമിയൽ, ഇത് ലീനിയർ ഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ പോളിനോമിയൽ ഫിറ്റ് എന്ന് പറയും. പക്ഷെ പോളിനോമിയൽ ഫിറ്റ്, ഡിഗ്രി ഓഫ് പോളിനോമിയൽ കൂടുന്നതോടും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓവർ ഫിറ്റിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് എന്താ വെച്ചാൽ ട്രെയിനിങ് ഡാറ്റയിൽ, അതായത് സാമ്പിളിൽ ഇത് വർക്ക് ചെയ്യും, മറ്റോടത്ത് അതായത് എന്താ പറയാ റിയൽ ലൈഫിൽ ഇത് ജനറലൈസ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഹയർ ലെവൽ കർവ്സ് ബിയോണ്ട് പവർ ഓഫ് 4 മാത്തമാറ്റിക്കലി സ്റ്റേബിൾ അല്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡിന്റെ പ്രശ്നങ്ങൾ എന്താണ്? പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ, അതായത് ജനറലൈസേഷൻ അഥവാ ആഗമന ദോഷം എന്ന് പറയും. അതായത് പാസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ പ്രൊഡിക്ട് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ആ പാരാമീറ്റേഴ്സ്, പ്രൊഡിക്ട് ചെയ്ത പാരാമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ മോഡൽ ഡിഫെക്റ്റ് ആവും. അതാണ് ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ബാബ രാംദേവ് മാംസം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേഗനാവാൻ പറഞ്ഞാൽ മതി, എല്ലാവരും ഒക്കെ മാറിക്കോളും. പിന്നെ നമ്മൾ കാണാത്ത ഡാറ്റയുടെ എഫക്ട്സ് അതിലുണ്ടാവും. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പാറ്റേൺ ഉണ്ടെന്നുള്ളതാണ് വെക്കുന്നത്. 2012 ഞാൻ മെറ്റാ ട്രേഡർ എന്നുള്ളൊരു സോഫ്റ്റ്വെയറിന് കുറച്ച് മോഡൽസ്, അതായത് ഒരു ഫോറക്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്, അതിലെ ടിക്കറിൽ ഞാൻ ഒരു റിഗ്രഷൻ മോഡൽ ഫിറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ തുടങ്ങിയത് ഡാറ്റയ്ക്ക് ലൈൻ ഫിറ്റ് ചെയ്യാനാണ്. കുറെ കഴിയുമ്പോൾ എന്റെ ലൈനിനനുസരിച്ച് ഡാറ്റയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രതിഭാസം വരെ എത്തി. അതോടെ എനിക്ക് മനസ്സിലായി എല്ലാ ഡാറ്റയിലും പാറ്റേൺ ഉണ്ടാവണമെന്നില്ല. To my surprise, when I actually went out and searched, അത് എന്താ പറയാ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് മെഷീൻ ലേണിംഗ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ അൽഗോരിതം, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന അൽഗോരിതം, സോർട്ടിംഗ് പ്രോബ്ലം ആയിട്ടോ, സെർച്ചിങ് പ്രോബ്ലം ആയിട്ടോ, പെർമുട്ടേഷൻ പ്രോബ്ലം ആയിട്ടോ, കോമ്പിനേഷൻ പ്രോബ്ലം ആയിട്ടോ, സബ്സെറ്റ് പ്രോബ്ലം ആയിട്ടോ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയോ, അങ്ങനെയുള്ള കുറെ ഘടനാപരമായ സൊല്യൂഷൻസ് എല്ലാം ഫെയിലായ സ്ഥലത്താണ് മെഷീൻ ലേണിംഗ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും മെഷീൻ ലേണിംഗ് ഒരു പ്രൈമറി സൊല്യൂഷൻ ആയിട്ട് കാണുന്നുണ്ട്. ഇത് റെസ്യൂം വെക്കാനുള്ള പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ലെവലിൽ പോലും അതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഇപ്പൊ മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യുന്നവർക്ക് പോലും ഉണ്ടാവുമെന്ന് എനിക്ക് ഇടയ്ക്ക് ഉൾപ്രേക്ഷ തോന്നിയിട്ടുണ്ട്. അപ്പോ ഇത് ഒരു ഒന്നാമത് ഈ ഫീൽഡ് മെച്ചോർഡ് അല്ല, ഇതിന് നല്ല മാത്തമാറ്റിക്കൽ സൊഫിസ്റ്റിക്കേഷൻ വേണം. ഇനിയിപ്പോ മാത്തമാറ്റിക്കൽ സൊഫിസ്റ്റിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ മോഡലൊക്കെ ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോഡൽ അപ്രോക്സിമേഷൻസ് പല സ്ഥലത്തും ഉണ്ട്. ഇൻഡക്റ്റീവ് എറർ ഒക്കെ ഉള്ളത് കൊണ്ട് ഇതൊരു സ്റ്റേബിൾ ഫീൽഡ് അല്ല. അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ 1995 ടെലിവിഷനിൽ കണ്ടൊരു സിനിമയാണ് കാളിചരൺ. അപ്പൊ കാളിചരൺ എന്നുള്ള സിനിമയിലെ ഒരു ഡയലോഗാണ്, അകൽമന്ത് അപ്നി അകൽ സെ ദൗലത്മന്ത് ബൻ സക്താ ഹൈ, മഗർ ദൗലത്മന്ത് അപ്നി ദൗലത് സെ അകൽമന്ത് നഹീ ബൻ സക്താ. അതായത് ബുദ്ധിമാൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് പൈസക്കാരനാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഇതുവരെയായിട്ടും ധനവാനായതുകൊണ്ട് ഒരുത്തൻ എന്താ പറയാ ബുദ്ധിമാനായത് കണ്ടിട്ടില്ല. അപ്പൊ ഞാനിതിനെ ഇംഗ്ലീഷിൽ, an intelligent person can become a machine learning expert, but by doing machine learning one is not going to be intelligent. അതായത് ഇവിടെ A implies B എന്ന് പറഞ്ഞേക്കണം. അതായത് ആന്റിസിഡന്റ് A ആണ്, മറ്റേ പ്രസിഡന്റ്, അതായത് സോറി
പ്രസിഡന്റ് കൊണ്ടില്ല, ആന്റിസിഡന്റ് എ ആണ്, കോൺസിക്വന്റ് ബി ആണ്. എ ഇംപ്ലൈസ് ബി എന്നാ പറഞ്ഞേക്കുന്നത്, ബി ഇംപ്ലൈസ് എ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനെ അഫേമിങ് ദ കോൺസിക്വന്റ് എന്നുള്ള ഒരു ന്യായവൈകല്യം ഉണ്ട്. അതായത് മെഷീൻ ലേണിംഗ് ചെയ്തുകൊണ്ട് ആരും ഇന്റലിജന്റ് ആകാൻ പോകില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ ഈ വീഡിയോ പഠിക്കുന്നത് മെഷീൻ ലേണിംഗ് പഠിക്കരുത് എന്ന് പറയാനല്ല. നിങ്ങൾ മെഷീൻ ലേണിങ്ങിനെ ഗഹനമായിട്ട് ഒരു എപ്പിസ്റ്റമിക് ലെവലിൽ, അതായത് ഒരു ജ്ഞാന സിദ്ധാന്ത തലത്തിൽ അത് പഠിക്കണം. അതിന്റെ മാത്തമാറ്റിക്സ് പഠിച്ചാലും അതിന്റെ മോഡലുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്താശേഷി എല്ലാം വർദ്ധിക്കും. ഐ എം നോട്ട് ഡിനൈങ് ദാറ്റ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലേൺ ദ സബ്ജക്ട് ഫോർ ഇറ്റ്സ് ഓൺ സേക്ക്, for curiosity or to understand okay what is happening around. എന്നിട്ട് അതിലോട്ട് ഇറങ്ങുന്നതാണ് നല്ലത്. കാരണം ഇതിന് നല്ല സങ്കീർണതയുണ്ട്. പിന്നെ ഈ പറയുന്ന മാതിരി അത്ര ത്രില്ലിംഗ് ഒന്നുമല്ല. അത് മെഷീൻ ലേണിംഗ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് അറിയാം. അവർ അവിടെ നിന്ന് ഓടി അകലുന്നത് പൊതുവെ കാണാം. അതായത് അറ്റ്ലീസ്റ്റ് ബിഫോർ മീ ഡോണ്ട് കം ആൻഡ് സേ ദാറ്റ് okay I am doing machine learning therefore I am smart. okay I know that. okay അതൊരു ന്യായവൈകല്യമാണ്. അപ്പൊ പലരുടെയും പ്രോബ്ലം എന്ന് വെച്ചാൽ ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ് പ്രൊഡിക്ഷൻ ഇല്ലാത്തതെന്നാണ്. അപ്പൊ അതായത് മോർ ഡാറ്റ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് NP പ്രോബ്ലംസ്, NP എന്ന് പറഞ്ഞാൽ നോൺ പോളിമൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. കാരണം ചെസ്സിലെ വേണ്ട ബ്രൂട്ട് ഫോഴ്സ് വെച്ച് തന്നെ ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഗോ ക്രാക്ക് ചെയ്തു. പക്ഷെ ഇതൊക്കെ ഭയങ്കര കൊഹറന്റ് ഗെയിംസ് ആണ്. അത് അത്ര സ്റ്റേറ്റ്, അതായത് എന്താ പറയാ, ഈ സ്റ്റേറ്റ് എക്സ്പ്ലോഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതം ചെയ്യാൻ വേണ്ടി മനുഷ്യരുടെ ബിഹേവിയർ നമ്മൾ മാറ്റൂല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ ഓഗ്മെന്റ് ചെയ്യാനാണ് മെഷീൻ ലേണിംഗ് വേണ്ടത്. അല്ലാതെ മെഷീൻ ലേണിങ്ങിന് ഉതകും വിധം ഡ്രില്ല് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിലൊക്കെ കമ്പനിയുടെ ഉള്ളിലൂടെ നടക്കണം. സോ ദാറ്റ് ഐ ക്യാൻ മെഷർ യു. ചിലപ്പോ സ്പെഷ്യൽ പാദരക്ഷ ധരിച്ച് ഹോളിൽ കയറണം സോ ദാറ്റ് പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു മനുഷ്യ നിന്ദ മാത്രമല്ല, അതൊരു മനുഷ്യനെതിരെയുള്ള ഒരു ക്രൂരത കൂടിയാണ്. അപ്പൊ NP പ്രോബ്ലംസ് ട്രാക്റ്റബിൾ ആക്കുമെന്നാണ് പലരും വിചാരിക്കുന്നത്. അത് ഇല്ല. എന്തുകൊണ്ട്? അതിനൊരു പ്രൂഫ് ഉണ്ട്. അതൊരു കോംപ്ലിക്കേറ്റഡ് തിങ് ആണ്. അപ്പൊ I have discovered a wonderful proof where the session is too short for the explanation എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ശരിക്കും പറഞ്ഞ Pierre de Fermat എന്നുള്ള ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. I have discovered a wonderful proof where the margin is too narrow to contain. ഇത് ഫേമസ് ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറം. ഞാൻ ഒന്നുകൂടി പറയാം. ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറത്തെ പോസ്റ്റുലേറ്റ് ചെയ്ത പിയറി ഡി ഫെർമ അഥവാ പിയറി ഡി ഫെർമാറ്റ് എന്നൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ പാരഫ്രൈസ് ചെയ്തതാണ്. പിന്നെ മോർ ഡാറ്റ വോണ്ട് പ്രൊഡ്യൂസ് ബെറ്റർ റിസൾട്ട് എന്നാണ്. സെൻട്രൽ ലിമിറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ഫണ്ടമെന്റൽ ഐഡിയ ആണ് സെൻട്രൽ ലിമിറ്റ് തിയറം. അത് എല്ലാ പ്രോഗ്രാമേഴ്സും എല്ലാ മെഷീൻ ലേണിംഗ് ആസ്പിരൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 100 സാമ്പിൾ ഉണ്ടെന്ന് വിചാരിക്കട്ടെ. 100 സാമ്പിളിൽ നിന്ന് നിങ്ങൾ റാൻഡം ആയിട്ട് നിങ്ങളുടെ ഒരു 1000 റെക്കോർഡ് ഉണ്ട്. അതിൽ നിന്ന് റാൻഡം ആയിട്ട് നിങ്ങൾ ഒരു 100 സാമ്പിൾ എടുക്കാന്ന് വിചാരിക്കട്ടെ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ സാമ്പിളിന്റെ ആവറേജ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും എന്നാണ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്. അതുകൊണ്ടാണ് പ്രണയ് റോയ്, യോഗേന്ദ്ര യാദവ് അല്ലെങ്കിൽ സെഫോളജിസ്റ്റുകൾ, അതായത് ഇലക്ഷൻ പ്രവചിക്കുന്നവർ, എന്താ പറയാ, ഈ കുറച്ച് ഡാറ്റ വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഇലക്ഷൻ പ്രവചിക്കാൻ പറ്റുന്നത്. ഇവര് മിക്കപ്പോഴും ആക്യുറേറ്റ് ഒക്കെ ആവാറുണ്ട്. പലപ്പോഴും പാർട്ടികളുടെ പൊളിറ്റിക്കൽ പ്രഷറോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി അവര് റിസൾട്ട് ട്വീറ്റ് ചെയ്യുന്നതാണ്. റാൻഡം സാമ്പിൾ ആണ്. നിങ്ങളുടെ സാമ്പിള് എന്താ പറയാ, ഈ അവർ പറയും 2% 4% അപ്പുറത്തിപ്പുറത്ത് കോൺഫിഡൻസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ കോൺഫിഡൻസ് ഇന്റർവെല്ലില് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശാസ്ത്രീയമാണ്. പിന്നെ അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് പറയുമ്പോൾ സ്പെയിനിൽ 2005 നടന്ന മാതിരി ഇലക്ഷന്റെ പ്രവചനത്തിന് ഒരു ബോംബ് പൊട്ടി. അപ്പോ ഒരു അൽഖ്വയ്ദ ഒരു ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അസനാർ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനാണ്, അയാളുടെ പാർട്ടിക്കെതിരെ ഒരു ജനവികാരം ഉയരുകയും പിറ്റേ ദിവസം അവർ വേറെ വോട്ട് ചെയ്തു. അങ്ങനെയുള്ള ഔട്ട്ലെയർ അഥവാ ഒരു എന്താ പറയാ ബ്ലാക്ക് സ്വാൻ ഇവന്റ് നടന്ന സ്ഥലത്താണ് സെൻട്രൽ ലിമിറ്റ് തിയറം ഒക്കെ ഇത് ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ മെഷീൻ ലേണിംഗ് നന്നായി ചെയ്യാൻ പറ്റുന്നത് നല്ല ബജറ്റുള്ള കമ്പനികളാണ്. അവരുടെ മെമ്പർഷിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഫോർമലി മെഷീൻ ലേണിംഗ് പഠിപ്പിക്കുന്ന ലീഡിങ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവിടുത്തെ നല്ല പ്രൊഫസേഴ്സിന്റെ ശിഷ്യന്മാരോ ആയില്ലെങ്കിൽ മെഷീൻ ലേണിംഗിൽ നിങ്ങൾക്ക് വലിയ സാധ്യതയൊന്നുമില്ല എന്നാണ് ഈ പ്രസന്റേഷന്റെ മെയിൻ ഉദ്ദേശം. അത് ഇതിന്റെ ഈ ഫീൽഡിന്റെ ലിമിറ്റ് കാണിക്കാനാണ് ഞാൻ ഹിൽബർട്ട് സ്പേസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, മറ്റേ എന്താ പറയാ ഡീപ് ലേണിംഗ്, പ്രോബബിലിസ്റ്റിക് ഗ്രാഫിക് മോഡൽസ് അല്ല 4 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ പൊതുവെ 2 ഉള്ളൂ, ഹിൽബർട്ട് സ്പേസ് മെത്തേഡും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും.
സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ നമുക്ക് ഡീപ് ലേണിംഗ് ഒരു ഫോം ഓഫ് റിഗ്രഷൻ വിത്ത് സംതിങ് ആണ്, അതായത് അഡീഷണൽ എഫേർട്സ് ടു ഹാൻഡിൽ നോൺ ലീനിയാരിറ്റി ആണ്. പ്രോബബിലിസ്റ്റിക് ഗ്രാഫിക് മോഡൽസ് വേണമെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് നൈൽ ബേസ്ഡ് മോഡൽസ്, അത് സ്റ്റാറ്റിസ്റ്റിക്സിലായി തന്നെയാണെന്ന് നമുക്ക് പറയാം. ഈ രണ്ട് മെത്തേഡിന് ആദ്യത്തേന് ലീനിയാരിറ്റി, അതായത് രേഖീയത അല്ലെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതും നമ്മുടെ ഫംഗ്ഷന്റെ വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്, അതിന് നോൺ ലീനിയാരിറ്റി ഇല്ല എന്നുള്ളൊരു അസംഷൻ ഉണ്ട് ഗിൽബർട്ട് സ്പേസ് മെത്തേഡിന്. മറ്റേ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിന് ഇൻഡക്റ്റീവ് എറർ ഉണ്ട്, അതായത് ജനറലൈസേഷൻ എറർ ഉണ്ട്. അപ്പോ ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വളരെ കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചെറിയ നേട്ടം ഉണ്ടാക്കാം. കാരണം മെഷീൻ ലേണിംഗിൽ നമ്മൾ മറ്റ് പ്രോഗ്രാംസ് ചെയ്യുന്ന മാതിരി നമുക്ക് ഡെഫിനിറ്റീവ് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ബോസാണ് നമ്മുടെ മുകളിൽ ഇരിക്കണമെങ്കിൽ നമ്മുടെ ജോലി വരെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പലപ്പോഴും പ്രോഗ്രാമേഴ്സ് മൈക്രോസോഫ്റ്റിന്റെ ടൂൾ കിറ്റ് വെച്ചോ അല്ലെങ്കിൽ കുറച്ച് സ്കൈപ്പയും ആൻഡ്രോയിഡിന്റെ കോഴ്സൊക്കെ എടുത്തിട്ട് സെഷൻ എടുക്കുന്നത് കാണാം. കേരളത്തിൽ ഞാനൊരു എന്താ പറയാ ഒരു 3-4 ആൾക്കാരാണ് ഞാൻ നന്നായി എടുക്കുന്നുണ്ട്. രാജീവ് എം എ എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്, TCSന്റെ ലാബിന്റെ പുള്ളി മെഷീൻ ലേണിംഗ് ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചൊരു ക്ലാസ് സെഷൻ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു മനോജ് ചൗധരി എന്നുള്ള ഒരാൾ ഫയർപോർട്ട് 80 വന്ന് ഒരു വിധം സെഷൻ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ റിസർച്ച് വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഒരു ക്രിസ്ത്യൻ നെയിമാണ്, പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പുള്ളിയെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ മൂവാറ്റുപുഴയിലൊരു മറ്റേ മുത്തൂറ്റിന്റെ കോളേജിൽ ഒരു സെഷൻ എടുക്കാൻ പോയപ്പോ അദ്ദേഹം മറ്റേ കൊച്ചിയിലും വന്ന സെഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ വിരലിലെണ്ണാവുന്ന ആൾക്കാരാണ് അവർക്ക് മെഷീൻ ലേണിംഗിന്റെ ലിമിറ്റുകളെ കുറിച്ച് ഏകദേശം അറിയാം. പക്ഷെ അവരാണെങ്കിലും അവരുടെ ഒരു പൊളിറ്റിക്കൽ ആവശ്യമാണ്, അതിലൊരു അഭിപ്രായ ആവശ്യമാണ് ഇത് ഹൈപ്പ് ചെയ്ത് നിർത്താന്നുള്ളത്. ഞാൻ അതിന്റെയൊക്കെ കണികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബാക്കിയെല്ലാം പ്രോഗ്രാമേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് റെസ്യൂമിൽ വെക്കാൻ വേണ്ടി കാണിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ഒരു പരിധിയില്ല. ഞാനിപ്പോൾ ഒരു മൂഢബുദ്ധിയായ പ്രോഗ്രാമറിനെ ഞാൻ അളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെഷീൻ ലേണിങ്ങിനോടുള്ള പ്രതിപത്തി കൂടിയ പ്രോഗ്രാമർ പൊതുവെ മൂഢനായിരിക്കുമെന്നാണ് എൻ്റെ അനുഭവം. അതായത് വേണമെങ്കിൽ അതിന് പ്രസീദ് പൈസ് ലോ ഓഫ് മൂഢത്വം, മെഷീൻ ലേണിംഗ് മൂഢത്വം വേണമെങ്കിൽ വിളിച്ചോളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു നിരൂപണം നടത്തണമെങ്കിൽ നിങ്ങൾ മെഷീൻ ലേണിംഗിന്റെ സൈസബിൾ ടൈം എടുക്കണം. ഫോർ യുവർ ഇൻഫർമേഷൻ, ഞാൻ മെഷീൻ ലേണിംഗിന്റെ ഒരു പ്രസന്റേഷൻ പോർട്ട് 80 എടുത്തത് വീഡിയോയിൽ കിടപ്പുണ്ട്. ഞാനൊരു 10-15 സെഷനോളം മെഷീൻ ലേണിംഗ് പല അൽഗോരിതംസ് ഞാൻ പല സ്ഥലത്ത് വർക്ക്ഷോപ്പ് ഇട്ടുകൾ എടുത്തിട്ടുണ്ട്. ഈവൻ കോർപ്പറേറ്റിൽ പോയി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ പരിധികൾ മനസ്സിലാക്കി. ഞാൻ ഇതിനെ നിരാകരിക്കുന്ന രീതിയിലും ഞാൻ വളരെയേറെ വേദികൾ സംസാരിച്ചിട്ടുണ്ട്. എന്റെ നിരാകരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി മെഷീൻ ലേണിംഗ് ചെയ്യേണ്ടെന്നുള്ളതല്ല. ഞാൻ ഇത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് മെഷീൻ ലേണിംഗിനെ കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കൂ. ഈ കാണുന്ന സ്ലൈഡ്സിന്റെ നോഷനൊക്കെ എന്താണെന്ന് അറിയൂ, ആൾക്കാരായിട്ട് സംസാരിക്കൂ. അങ്ങനെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ എന്താണ് മുമ്പോട്ടുള്ള ഒരു വഴി? അതായത് ഞാൻ ഈ മെഷീൻ ലേണിംഗിനെ കുറിച്ച് ഇപ്പൊ ചിലർ പറയും അത് ഇസ് ദ വേൾഡ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ഡിഫൈൻ ദ വേൾഡ്. ചിലർ പറയും ഓക്കെ എന്താ പറയാ അതിന് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷെ ഇത് രണ്ട് ക്യാമ്പും കറക്റ്റ് അല്ല. നിങ്ങൾ അതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ദ മാസ്റ്റർ അൽഗോറിതം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. പെഡ്രോ ഡൊമിംഗോസ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിലെ ഒരു പ്രൊഫസർ എഴുതിയിരിക്കുന്നതാണ്. ഈ പെഡ്രോ ഡൊമിംഗോസിന്റെ 2 ടോക്ക് യൂട്യൂബിലുണ്ട്, മൈക്രോസോഫ്റ്റ് റിസർച്ചിലും ഗൂഗിൾ റിസർച്ചിലും. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ 5 ക്യാമ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ട്രൈബ് എന്നാണ് വിളിക്കുന്നത്. അതായത് എന്താ പറയാ, ട്രൈബ് എന്ന് പറയുമ്പോൾ ആദിവാസി കൂട്ടം എന്നൊക്കെ പറയാം. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിനെ അദ്ദേഹം വിളിക്കുന്നത് സിംബോളിക് ക്യാമ്പ് എന്നാണ്. അതായത് നമ്മൾ പറയുന്ന മാതിരി എക്സ്പെർട്ട് സിസ്റ്റം, പ്രൊഡക്ഷൻ സിസ്റ്റം, ഫോർവേഡ് ചെയിനിങ്, ബാക്ക്വേർഡ് ചെയിനിങ് എന്നുള്ള അൽഗോരിതം വെച്ച് മെഷീൻ ലേണിംഗ് ചെയ്യുന്നവരെയാണ് സിംബോളിക് ക്യാമ്പ് എന്ന് വിളിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ക്യാമ്പിനെ പുള്ളി വിളിക്കുന്നത് കണക്ഷനിസ്റ്റിക് ക്യാമ്പ് എന്നാണ്. കണക്ഷനിസ്റ്റിക് ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണോ ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കിനെ ആധാരമാക്കിക്കൊണ്ട് മെഷീൻ ലേണിംഗ് ചെയ്യുന്നത് അവരാണ് കണക്ഷനിസ്റ്റുകൾ. മൂന്നാമത്തത് എവല്യൂഷനിസ്റ്റുകൾ എന്ന് പറയും. ആ കാറ്റഗറിയിൽ അദ്ദേഹം ജനറ്റിക് അൽഗോരിതം, ജനറ്റിക് പ്രോഗ്രാമിംഗ് എന്നുള്ള 2 ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ജനറ്റിക് പ്രോഗ്രാമിൽ നിങ്ങൾ എന്താ പറയാ ഡാറ്റയെ എൻകോഡ് ചെയ്യും ഒരു സ്ട്രിംഗ് ആയിട്ട്. എന്നിട്ട് ഡാർവീനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ അല്ല, അതിനേക്കാൾ ഉപരി
നവ ഡാർവിനിസം, നിയോ ഡാർവിനിസത്തിലെ ജനറ്റിക് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് ആ സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ സ്ട്രിങ്ങിന്റെ നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്ത് പ്രോബ്ലം സ്പേസിലോട്ട് മാർക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വീണ്ടും സ്ട്രിങ് ആക്കി ഡാറ്റ ട്വീക്ക് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷനിലോട്ട് എത്തുന്ന പ്രക്രിയയാണ് ജനറ്റിക് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ജനറ്റിക് അതായത് എവല്യൂഷൻ ഇസ് ദ ബെസ്റ്റ് അൽഗോരിതം എവർ ഇൻവെന്റഡ് എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ പൊതുതത്വം. ഡാനിയൽ ഡെന്നറ്റ് എന്നുള്ള ഒരു ഫിലോസഫർ ഡാർവിൻസ് ഡേഞ്ചറസ് ഐഡിയ എന്നുള്ള ബുക്കിൽ ഇതിനെക്കുറിച്ച് നന്നായി പ്രതിപാദിക്കുന്നുണ്ട്. ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചല്ല, എവല്യൂഷൻ ആസ് എൻ അൽഗോരിതം. അപ്പോ ആൾറെഡി ഞാൻ മറ്റേ സിംബോളിക് ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, കണക്ഷനിസ്റ്റുകളെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞു. മൂന്നാമത്തെ ക്യാമ്പിനെ അദ്ദേഹം വിളിക്കുന്നത് ബയേസിയൻസ് എന്നാണ്. അതായത് നിങ്ങൾ ഒരു ബിലീഫ് സിസ്റ്റം വെച്ച് പുലർത്തി ഈ ഇൻകമിംഗ് ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് ആ ബിലീഫ് സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലിനാണ് ബയേസിയൻ എന്ന് പറയുന്നത്. അതിൽ നയവ് ബേസ് ഒരു 10 ലൈൻ കോഡ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൈക്കിറ്റിലാണല്ലോ പല ലൈബ്രറികൾ നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പോകണമെന്നുണ്ടെങ്കിൽ പ്രോബബിലിസ്റ്റിക് ഗ്രാഫിക് മോഡൽസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പോവാം. നാലാമത്തത് അദ്ദേഹം വിളിക്കുന്നത് അനലോജൈസേഴ്സ് എന്നാണ്. അതായത് സാദൃശ്യാനുമാനം കൊണ്ട് എന്താ പറയാ മെഷീൻ ലേണിംഗ് നടത്തുന്ന അൽഗോരിതംസ് ആണ്. ആ അൽഗോരിതത്തിനെ അദ്ദേഹത്തിന് സപ്പോർട്ട് വെക്ടർ മെഷീൻ ആണ് അദ്ദേഹം അതിലെ എന്താ പറയാ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, സിംബോളിക് ക്യാമ്പ്, കണക്ഷനിസ്റ്റിക് ക്യാമ്പ്, ബേസിയൻ ക്യാമ്പ്, പിന്നെ ജനറ്റിക് അൽഗോരിതം ക്യാമ്പ്, പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു അനലോജൈസേഴ്സ്. അങ്ങനെ ഈ 5 ക്യാമ്പ് ഉണ്ട്. ഇവരുടെ മോഡലിംഗ് റെപ്രസെന്റേഷൻ എന്നുള്ള ആട്രിബ്യൂട്ടിൽ ഒരു പുതിയ പ്രപ്പോസൽ ആണ് വെച്ചേക്കണേ. ഈ മാസ്റ്റർ അൽഗോരിതം എനിക്കോ നിങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും നോക്കാം എന്നാണ് പറയുന്നത്. ഈ പുസ്തകം വായിച്ചതിന് ശേഷം മെഷീൻ ലേണിംഗിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ പോകുന്നതിന് മുമ്പ് കുറച്ച് നർമ്മം ശ്രമിക്കാം. ദീവാർ എന്നുള്ള ഹിന്ദി സിനിമയില് എന്റെ ചെറുപ്പത്തിലെ 80കളിൽ വളരെ ഹിറ്റായ ഒരു സിനിമയാണ്. അമിതാഭ് ബച്ചൻ, പഴയ ബോളിവുഡ് തീമായ അമിതാഭ് ബച്ചൻ കളക്കെടുത്തുകാരനും ശശി കപൂർ പോലീസുകാരനായിട്ടുള്ള ഒരു സിനിമയാണ്. ദുർഗാ കോട്ടയ എന്നുള്ളത് ഇവരുടെ പേര് എങ്ങനെയാണ്ടാണ്, ഇവര് അമ്മയാണ്. ദുർഗാ കോട്ടയല്ല, ഇവര് വേറെ ഒരു സ്ത്രീയാണ്. ഇപ്പോ അവരമ്മയാണ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമിതാഭ് ബച്ചൻ കളക്കെടുത്തുകാരൻ പോലീസുകാരനോട് പറയുന്നതാണ്, എന്താ പറയാ, എന്റെ ബാറ്ററി ലോ ആയിട്ടുണ്ട്, ഞാൻ ഒന്ന് ചാർജ് ചെയ്ത് വെക്കട്ടെ, ഒരു 2 സെക്കൻഡ്. ഹലോ. ഓക്കെ, അപ്പോ आज मेरे पास बिल्डिंग है, അതായത് ML है, പ്രോപ്പർട്ടി है, IoT है, ബാങ്ക് ബാലൻസ് है, അതായത് ബ്ലോക്ക് ചെയിൻ എന്ന് വിളിക്കാം നമുക്ക്. ബംഗ്ലാ है, ബംഗ്ലാവ് ഉണ്ട്, ആപ്സ് ഒക്കെ എന്ന് വിളിക്കാം. മേരെ പാസ് ഡെവോപ്സ് है, ക്യാ ഹേ തുമാരെ പാസ്, നിന്റെ അടുത്ത് എന്തുണ്ട്. അപ്പോ ശശി കപൂറിന്റെ ക്യാരക്ടർ പറയുന്നത് മേരെ പാസ് മാഹേ, ആംഗുലർ ഉണ്ടെന്ന് പറയും. അതായത് യു ക്യാൻ മേക്ക് ഗുഡ് ലിവിങ് യൂസിങ് ആംഗുലർ ദാൻ ഓൾ ദ ടെക്നോളജീസ് അബോവ്. ഈ ബ്ലോക്ക് ചെയിനും ഇതിന്റേതായ ലിമിറ്റ്സ് ഉണ്ട്. പലതും ഒരു ട്രേഡിനെയൊക്കെ ഒരു സ്കിൽ സെറ്റ് ഒരു JD-യിലേക്ക് ഉൾപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊരു വൈകല്യമാണ്. ഇത് ഞാൻ മെഷീൻ ലേണിങ്ങിനെ പള്ളു വിളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നതല്ല. മെഷീൻ ലേണിങ്ങിന് അപാകതകളുണ്ട്. അറ്റ്ലീസ്റ്റ് ഇതിന്റെ ആൾക്കാരുടെ സംശയത്തിനനുസരിച്ച് ഞാൻ ഇതിലേക്ക് ഡീറ്റെയിലോട്ട് പോകാം. ഇത് ഒരിക്കലും മെഷീൻ ലേണിംഗ് പഠിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. മെഷീൻ ലേണിംഗ് നിങ്ങൾ പഠിക്കണം. അതിനൊരു 5 അംഗ പഠന പദ്ധതി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ അത് വേറൊരു വീഡിയോയില് പറയുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ബേസിക് ഐഡിയ എന്താന്ന് വെച്ചാല് പ്രോഗ്രാമേഴ്സിന് എന്താ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് മെഷീൻ ലേണിംഗ് കുറച്ച് അൽഗോരിതം പഠിച്ചു, ചിലപ്പോൾ മാത്തമാറ്റിക്സ് ഇരുന്ന് പഠിച്ചു, ആൻഡ്രോയിഡിന്റെ കോഴ്സ് ഒക്കെ എടുത്തു. അതുകൊണ്ട് വലിയ കാര്യത്തോടെ ഒരു മെഷീൻ ലേണിംഗ് ടീമിൽ പ്രവേശിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഡാറ്റ ക്ലീനിങ് ആണ് 90%. പിന്നെ 8% ഡാറ്റ പ്രസന്റേഷൻ. ഇതൊരു ജസ്റ്റ് ഒരു സ്കിമാറ്റിക് കണക്കാണ്, അതായത് ഒരു ജസ്റ്റ് ഒരു ഫിഗർ ത്രോ ചെയ്യുന്നേ ഉള്ളൂ. 2% ഉള്ളൂ ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ്. അപ്പോൾ മിക്കവാറും പുറം പൊളിയുന്നതായിരിക്കും. ഏതെങ്കിലും ഒരാൾ ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ പറയാ മിക്ക കാര്യങ്ങളും നമ്മുടെ മുകളിലോട്ട്, അതായത് ഒരു ഡാറ്റ സയന്റിസ്റ്റിന് ഇടികൊള്ളുന്നതിനേക്കാളും ഭേദം നിങ്ങളുടെ അധികം ഒന്നും ജ്ഞാനമില്ലാന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രൊജക്ട് മാനേജറിന്റെ ഇടികൊള്ളുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മെഷീൻ ലേണിംഗ്
പ്രോഗ്രാമേഴ്സിനെ കോമാളികളായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുറച്ച് മെഷീൻ ലേണിംഗ് പഠിച്ചവർ, എന്നിട്ട് അവർ പറയും എവരിബഡി ഈസ് ടൈപ്പിംഗ് ഇറ്റ് അപ്പ്, മെഷീൻ ലേണിംഗ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, മാത്സ് പഠിക്കണം. പക്ഷെ മാത്സ് പഠിച്ചാൽ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗിന്റെ ലിമിറ്റ് അറിയാനേ പറ്റുള്ളൂ. കാരണം മെഷീൻ ലേണിംഗിന് ഇൻഹറന്റ് ആയിട്ട് കുറെ അപാകതകളൊക്കെ ഉണ്ട്. പിന്നെ മെഷീൻ ലേണിംഗിൽ വർദ്ധിച്ചു വരുന്ന ഈ ഇൻട്രസ്റ്റ് ഇന്ത്യൻ IT സർവീസസ് ഇൻഡസ്ട്രിയുടെ കോമ്പറ്റീറ്റീവ്നെസ്സിനെ വരെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ പല കമ്പനികളും മെഷീൻ ലേണിംഗ് ഓഫർ ചെയ്യുമ്പോൾ, അതായത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഒരു സ്ഥലത്ത് കാണാൻ കഴിയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സർവീസ് കമ്പനികൾ കാണാനാണ് കഴിയുകൊണ്ടിരുന്നത്. നാളെ നമ്മൾ അതേ ആള് തന്നെ കൊണ്ടുപോയി ഡിയോഡറന്റ് വിറ്റാൽ എങ്ങനെ ഉണ്ടാവും? അത് മറ്റേ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നു തോന്നുന്നുണ്ടോ? അപ്പൊ ആ ഡിയോഡറന്റിന് കാണയുടെ മണം അവർക്ക് അടിക്കില്ല എന്നാണ് ചോദിച്ചത്. അതായത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഷീൻ ലേണിംഗ് സർവീസ് പലപ്പോഴും സർവീസ് ഇന്റഗ്രേറ്റർ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഈ നർമ്മത്തോടെയാണ് പൊതുവെ ഇത് പറഞ്ഞത്. ഒരു പ്രശസ്ത കമ്പനിയിലെ വൈസ് പ്രസിഡന്റ് ആണ്. അത് ഞാനിവിടെ അദ്ദേഹത്തിന്റെ പ്രൈവസിക്ക് അനുസരിച്ച് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പെർസെപ്ഷൻ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുക, ആവശ്യമെങ്കിൽ മെഷീൻ ലേണിംഗ് APIs കൺസ്യൂം ചെയ്യുക. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് ഉപകാരപ്രദമായേക്കാം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം.